അസ്സലാമലൈക്കും. മുഷ്താഖ് പറ മോനെ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതാര് മേടിച്ചു തന്ന വണ്ടി മക്കളെ? വാപ്പച്ചി. വാപ്പച്ചി ഗൾഫിൽ പോയിട്ട് നമ്മളോട് ഇങ്ങനെ പിണങ്ങി നമ്മളെ വിളിക്കേണ്ടായാലും ഒരാൾ വന്നപ്പോഴത്തേക്ക് എൻ്റെ സഹോദരൻ്റെ കൂട്ടുകാരൻ വന്നപ്പോൾ കൊടുത്തേച്ച വണ്ടിയാണ് JCB. ഞാൻ പറഞ്ഞാൽ നശിപ്പിക്കല്ലേ, വാപ്പച്ചിയുടെ ഓർമ്മയ്ക്ക് അവിടെ ഇരിക്കട്ടെ അല്ലേ കളെ. അത് ലൈറ്റ് കത്തി ഇതൊക്കെ വരുന്നതിൻ്റെ ഇതൊക്കെ പൊട്ടി എങ്ങനെയൊക്കെ റിമോട്ടിൽ നല്ല ലൈറ്റൊക്കെ കത്തി ഇങ്ങനെ മണ്ണൊക്കെ വരുന്ന രീതിയിലായിരുന്നു. പിന്നെ എന്തൊക്കെയാ ഇന്ന് പണിയില്ലായിരുന്നു. പിന്നെ ഞാൻ മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ കുളിപ്പിച്ച്. പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങളെന്ന് വെച്ചാൽ വീടിൻ്റെ അതിര് കോരുന്നുണ്ട്. ഇനി പണിയെന്ന് പറഞ്ഞാൽ ബാത്റൂമിന് ഡോർ ഇടണം, ഹാളും സിറ്റ് ഔട്ടും തറ സെറ്റാക്കണം. പിന്നെ ബേക്കും സൈഡും ഒന്നും പൂശിയിട്ടില്ല. പുറത്ത് ബാത്റൂം അതൊന്നുമില്ല, കാരണം നമ്മളെ കയ്യിൽ പൈസ നിൽക്കില്ല. പിന്നെ മോൾക്ക് ഈ മുഖം കണ്ട കാണത്തുണ്ടോ ഒന്ന് നോക്കട്ടെ മോളെ. ഞാൻ അപ്പുറത്തെ കവളോക്കട്ടെ. അവൾക്ക് ഈ വൈറ്റമിൻ ഡിയുടെ കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ വൈറ്റമിൻ ഡിയുടെ ഗുളിക എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷവും ഇപ്പം മങ്ങി വരുന്നുണ്ട്. അത് ആട്ടുംപാൽ ഡെയിലി കൊടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഈ ആട് എനിക്ക് ഒരാൾ സംഭാവന എന്നതാണ് കൊടുത്ത്. ഇപ്പം ആടിന് മാർക്കറ്റില്ല എന്ന് പറയുന്നു, വില കുറവ്. സീസൺ അനുസരിച്ചൊക്കെയാണ് ഈ ആടുകളെയും വില. പിന്നെ അതുകൊണ്ട് നോക്കാൻ ഇന്ന് വരുമെന്നാണ് പറഞ്ഞത്, പക്ഷേ ഇതുവരെ വന്നില്ല. വൈകിട്ടൊന്ന് വിളിച്ചു നോക്കണം. ഇനി ഞായറാഴ്ച അവർ ഈ ഓൺലൈൻ ഡെലിവറി കാര്യങ്ങൾക്കൊക്കെ പാരിപ്പള്ളിയിൽ വരും. അവരെ നിന്നാണ് ഞാൻ ആടിനെ വാങ്ങണതും കൊടുക്കണതും അല്ല. അപ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ സങ്കടമായി. പിന്നെ ഇന്നലത്തെ വീട്ടിൽ എൻ്റെ ആട്ടുകുട്ടി കടിക്കുന്നത് അത് സ്നേഹം കൊണ്ടാണ് കേട്ടോ. അത് പിണ്ണാക്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കും അവർക്ക്. ഒരു സ്നേഹം കൊണ്ടിട്ട് നമ്മളൂടെ കളിക്കാൻ വരുന്ന ചെറിയ പ്രായമില്ലേ, 2 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ. പിന്നെ കൊടുത്താലും എത്ര രൂപ കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? അത് നമ്മളും സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ വീടിൻ്റെ പണി എത്രയും പെട്ടെന്ന് അങ്ങ് പൂർത്തിയാവണേ പടച്ചോനെ എന്നാണ്. പിന്നെ കതവ് ജനലുകളൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം. പിന്നെ ഫ്രണ്ട് കതവ് ഒന്ന് പോളിഷ് ചെയ്യണം. പിന്നെ വെള്ളം അടിക്കുക, അകത്തൊരു കോട്ടിങ് വെള്ളയും കൂടെ അടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഏകദേശം എത്ര രൂപ ആവുമെന്ന് എനിക്കറിയില്ല. ഇനി പണിക്കൂലി കണക്ക് നോക്കാനും ഉണ്ട്. പണിയിരത് കൂലി ഇനി അങ്ങോട്ട് കൊടുക്കാനുണ്ടാ ഇങ്ങോട്ട് കൊടുക്കാനുണ്ടാ. മാമച്ചി പോകുന്നതിന് മുമ്പ് പൈസ ഏൽപ്പിച്ചിട്ടാണ് പോയത്, ഉള്ള പൈസ. പിന്നെ ഇപ്പോൾ തറയൊക്കെ ഒന്ന് സെറ്റാക്കണം. അല്ലാ, പിന്നെ പ്ലംബിങ്ങിൻ്റെ പണിയെല്ലാം ഉണ്ട്, അതൊന്നും നടന്നിട്ടില്ല. ഫ്രണ്ട് സിറ്റ് ഔട്ടിലൊരു ഗ്രില്ല് ഇടണം, കാരണം പട്ടി ഭയങ്കര ശല്യമുള്ള ഏരിയയാണ്. ഇപ്പോൾ എല്ലായിടത്തും പട്ടികളുണ്ട്. അപ്പം അതൊക്കെ ഒന്ന്. പിന്നെ മോട്ടറൊക്കെ വെച്ചേട്ടാ, അതൊക്കെ നമ്മുടെ ഫാമിലിയിൽ ഓരോരുത്തർ നീയത്താക്കി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ടാങ്ക് വെച്ച്. ഇനിയിപ്പോൾ കറണ്ട് കിട്ടണം. കറണ്ടാണ് നമുക്ക് മെയിൻ പ്രശ്നം. ഈ അതിര് കോരി കൊടുത്തതിന് ശേഷം മാത്രമേ കറണ്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ എല്ലാ തടസ്സങ്ങളും പടച്ചോനെ മാറ്റി കൊടുക്കണേന്നാണ്. കാരണം ഇവിടുത്തെ 3500 രൂപ വാടക, കറണ്ട് ബില്ല്, ഈ മക്കളെ പൂട്ടിയിരുത്തിയിട്ട് പോകുന്നതാണ് ഒന്നാത്ത. ഇപ്പം ഈ 3 ദിവസം കൊണ്ട് എല്ലാ റബ്ബറും വെട്ടുന്നതുകൊണ്ട് എൻ്റെ ശരീരം ഭയങ്കരമായിട്ട് ക്ഷീണിക്കുന്നുണ്ട്. പിന്നെ അൽഹംദുലില്ലാ എന്നൊരു വെട്ട് ഇതാക്കിക്കൊണ്ട് റെസ്റ്റ് കിട്ടും. പിന്നെ എൻ്റെ ഉമ്മച്ചിമാരെ 40 10-ാം തീയതിയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യണേ എല്ലാവരും. അവരവരെ ഖബറിന് വേണ്ടി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം അത്രയും ഒരു സ്നേഹവും ഉള്ളത് കൊണ്ടാണ് എനിക്ക് പടച്ചോനെ ആ വീടാവുന്നത്. അല്ലാഹ് ലാസ്റ്റും പറഞ്ഞ ആ കൊച്ചുങ്ങളെ വീട് നീ പൂർത്തിയാക്കി കൊടുക്കണേന്ന്. എത്രയും പെട്ടെന്ന് ആ വീടങ്ങ് പൂർത്തിയാവണേ പടച്ചോനെ എന്നാണ് എൻ്റെ നീയത്ത്. എന്നാലേ എനിക്കും ഒരു സുഖവും സന്തോഷമൊക്കെ ഉണ്ട്. ഇതാകുമ്പോൾ ഞാൻ ഉയരെരിഞ്ഞ് അവിടെ ആകുമ്പോൾ ഒന്ന് മിണ്ടാനാ ഒന്ന് പറയാനാ എൻ്റെ വാപ്പായും ഉമ്മായും അടുത്തുണ്ട്, അല്ലെങ്കിൽ നാത്തൂൻ്റെ കുട്ടിയുണ്ട്. പിന്നെ അതിൻ്റെ കാക്കച്ചീൻ്റെ മോളാണ് കേട്ടോ ഞാൻ ഇന്നലെ ഇട്ടേക്കുന്നത്, മാമിയുടെ മോള്. കാക്കാക്ക് ഒരു കുഞ്ഞേ ഉള്ളു. അവരെല്ലാം കുടുംബത്താണ്. പിന്നെ കുടുംബ വീടും ആ വീടും അടുത്തടുത്താണ്, കാരണം ഒരു പെരയിടത്തിൽ തന്നെയാണ് 2 വീടും. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് വെച്ചാൽ വാപ്പായും ഉമ്മയൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് കാണിച്ച് തരാം. പിന്നെ മുഷ്താഖ് ഇതാ ഇവിടെ കിടക്കുന്നു, മസ്റൂറായും ഇതാ ഇവിടെ ഇരിക്കുന്നു. പരീക്ഷയൊക്കെ ആയി, അതുകൊണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഇരുത്തി പഠിപ്പിക്കും. തുമ്മലൊക്കെ വന്നു പോയാൽ രാത്രിയൊക്കെ ആകുമ്പോൾ പിന്നെ കണ്ണീന്നൊക്കെ വെള്ളം വരും, തുമ്മിയേ. അത് പിന്നെ അതൊന്നും നടക്കില്ല. പിന്നെ ഇതൊക്കെയാണ് മക്കളുടെ വിശേഷങ്ങൾ. ഞാൻ പിന്നെ ഒരു ഇത്ത പറഞ്ഞിട്ടുണ്ട് സലാം പറയണത്. ഞാൻ സലാം പറയണത് ഇപ്പോൾ മക്കളെ കൊണ്ട്, അതുകൊണ്ടാണ് ഇൻട്രൊഡക്ഷനായിട്ടൊരു സലാം പറയിപ്പിച്ച. പിന്നെ വേറെന്താ വിശേഷങ്ങൾ? മക്കൾക്ക് ഇൻ്റർവ്യൂ വേണം പൊന്നിന്. അവന് കളിപ്പാട്ട വണ്ടി. മസ്റാഖ് എന്തേലും വേണം?
മസറൂറാക്ക് പാവ. മുത്തൂന ഒന്നല്ലേ കൈ ഇരിക്കുന്ന JCB. അവരെപ്പോഴും ഓനിക്കാ എല്ലാ വണ്ടിയും വേണം. ഇപ്പം അംഗൻവാടിയിലാക്കേണ്ടിയുള്ള പ്രായമായി. ആധാർ എടുത്തിട്ടില്ല. അപ്പോൾ വാപ്പച്ചീരെ ആധാറും കൂടെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ആധാർ എടുക്കണം. ആധാർ കാണിച്ചാൽ ഒരു സങ്കടമാണ്. പിന്നെ എപ്പോഴും പറയേണ്ട വാപ്പച്ചിയെ കാണണം. വാപ്പച്ചിയെ മക്കൾക്ക് ആധാർ എടുത്തില്ല. ഉമ്മ ഇപ്പോഴും ആധാർ എടുക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ആധാർ എടുക്കുമ്പോൾ ഉമ്മ വാപ്പാരെ ആധാർ വാപ്പാരെ ഉമ്മാരെ ആധാർ വേണം എന്ന് കുട്ടികൾക്ക് ആധാർ എടുക്കാനേ. അപ്പം ആധാർ എടുക്കണം. ഞാൻ മുടിയൊക്കെ വെട്ടിച്ചേണ്ട. മുഷ്താഖിന് മുടി വെട്ടി, മിഫ്സലിന് മുടി വെട്ടി. പിന്നെ ഇത് തോനെ വെട്ടിയ സഹോദരൻ വഴക്ക് പറയും. കാരണം നീ കൊച്ചിനെ കൊണ്ടുവന്ന് ഇങ്ങനെ പറ്റ വെട്ടിക്കാൻ. അപ്പം ഇങ്ങനെ തന്നെ അവരെ വാപ്പച്ചി അവർക്ക് മുടി വെട്ടി കൊടുത്തുകൊണ്ട് നിന്നത്. കാരണം ഇത്തിരി ചീവ ഇവിടെ ഇട്ടിട്ട് ബാക്കി നല്ല സാധാ അങ്ങ് വെട്ടും. ഞാൻ പറഞ്ഞു മോഡലിലൊന്നും വെട്ടണ്ടെന്ന് പറഞ്ഞു. പാരിപ്പള്ളി കൊണ്ടുപോയാണ് മുടി വെട്ടിക്കുന്നത്. അതുമ്പോൾ രണ്ടുപേരെ ഒത്തങ്ങ് വെട്ടിക്കഴിയും. അല്ലെങ്കിൽ പിന്നെ ഒരാളെ കയറ്റി ഇരുത്തിയിട്ട് അടുത്ത ആളെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ചെന്നില്ല, അവൻ എങ്ങനെയൊക്കെ കണ്ണൊക്കെ കാണിക്കുമ്പോൾ തലയിട്ട് ഇങ്ങനെ വെട്ടിക്കും. അപ്പോൾ രണ്ടുപേരെ അപ്പുറവും വെച്ച് ഇരട്ട മക്കളെ വളർത്തും പോലെയാണ് ഇവരെ. കാരണം മുഷ്താഖിന് അറിയാമല്ലോ ഞങ്ങൾ. ഇവൻ കാണിക്കുന്ന പോലെ അവനും കാണിക്കും, അവൻ കാണിക്കുന്ന പോലെ ഇവനും കാണിക്കും. പിന്നെ ഒരു പാട്ട് പാടി കൊടുക്കും മക്കളെ. ജോണി പാടി കൊടുക്കും. കൂട്ടിൻ്റെ അടുത്ത് കുഞ്ഞുണ്ട് തീറ്റക്കൊക്കെ ഞാൻ കൊച്ചിക്കൊണ്ട് പോയി. ഇതൊക്കെ യൂട്യൂബിൽ കണ്ടിട്ട് പാടുന്ന പാട്ടുകളാണ്. പിന്നെന്തൊക്കെയാ തോനെയും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അതിൽ ഒരു കറണ്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം എത്രയും പെട്ടെന്ന്, ഒരു തടസ്സവും കൂടാതെ. ഇനിയും പൈസയുടെ ആവശ്യങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ പറയാൻ മറന്നുപോയി. ആ കണക്ക് നോക്കിയില്ല. ഇനിയും സാധനങ്ങൾ എടുക്കാനുണ്ട്. മറ്റേ ഫ്രണ്ടിൽ ആ പറകുളരെ പണിയുണ്ടല്ലോ അതുണ്ട്. അത് ഇവന്മാരാഗ്രഹമായിരുന്നു. നമ്മൾ ഇതേപോലത്തെ വീട് വേണം, ഇതേപോലത്തെ ലൈറ്റ് വേണം. അതൊക്കെ ഇവന്മാരെ ഇത് വെച്ചിട്ട് പരിഗണിച്ച് ചെയ്തിട്ടുണ്ട്. ഇവന്മാർക്ക് ആഗ്രഹമാണ് ആ ഒരു വീട്. മസ്രാറ് ഏറ്റവും വലിയ ആഗ്രഹം എന്തിനാണ്? വീട്. അവർക്ക് അവിടെ ആവണേന്നാണ്. കാരണം എന്ന് വെച്ചാൽ അമ്മായും വാപ്പായും ഉണ്ടല്ല. ഇവിടെ ആകുമ്പോൾ ആരുമില്ല. ഒറ്റപ്പെട്ടിട്ട് ഒരു ജീവിതം. ഈ ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്ന് ഒന്ന് കരകയറിയാൽ എൻ്റെ മനസ്സും ഒന്ന് ഓക്കെയാവും, ഞാനും സമാധാനമാവും. കാരണം ഇതാകുമ്പം തിന്നാനും കുടിക്കണേം കഞ്ഞിക്കൊരു ബലമില്ലാത്ത പോലെ ഒരു ടെൻഷനും, ഒരു ഈ പൈസ എന്തെയും ആ പൈസ അതിന് ഒരു കൂട്ടി ഉറുമ്പ് കൂന കൂട്ടും പോലെയാണ്. ഒരേ പൈസ വന്നാൽ ഒന്നും കാണൂല. ഇപ്പോൾ കടയിൽ തന്നെ ഇനി പറ്റികളൊക്കെ കൊടുക്കാണ്ട്. ഒരു കടയിലെ പറ്റി ക്ലോസ് ചെയ്ത് ഇനി അവിടെയൊക്കെ കൊടുക്കാണ്ട്. ഒരു കടയിൽ 300 സംതിങ്, ഒരു കടയിൽ അങ്ങനെയൊക്കെ. അപ്പോൾ ശരി, എന്നാൽ അസ്സലാമു അലൈക്കും.